കരിപ്പൂർ വിമാനത്താവളത്തിൽ കഞ്ചാവ് വേട്ട 9 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത്. അബുദാബിയിൽ നിന്ന് എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ കണ്ണൂർ സ്വദേശികളായ 2 പേർ പോലീസ് കസ്റ്റഡിയിലായിട്ടുമുണ്ട്. ശിവദാസ് കന്മനം വിവരങ്ങൾ നൽകും. ശിവദാസ്, വിശദാംശങ്ങൾ. കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഈ വൻ കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നത്. അബുദാബിയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുകയായിരുന്നു. ഏകദേശം 9 കോടി രൂപയോളം വരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. ഇതിൽ 2 പേർ അറസ്റ്റിലായിട്ടുമുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. മട്ടന്നൂർ സ്വദേശികളാണ് പോലീസിന്റെ പിടിയിലായത്. ശിവദാസ് കൂടുതൽ വിവരങ്ങൾ നൽകും. ശിവദാസ്. തിങ്കളാഴ്ച രാത്രിയിലാണ് ഇത്തരത്തിൽ പോലീസ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. ഏകദേശം 9 കോടിയോളം രൂപയുടെ കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഫ്ലൈറ്റിലുള്ള യാത്രക്കാരന്റെ കയ്യിൽ നിന്നുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വൻ കഞ്ചാവ് വേട്ട തന്നെ നടത്തിയിരിക്കുന്നത്. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി അന്വേഷിച്ചിരുന്നു. ഈ സമയത്ത് പോലീസ് 2 പേരെ പിടികൂടി. ഈ 2 പേരെ പിടികൂടിയപ്പോൾ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ആദ്യം ഈ 2 പേർ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ 2 പേരെയാണ് പോലീസ് പിടികൂടിയത്. ഈ 2 പേരെ പിടികൂടിയപ്പോൾ ആദ്യം ഇവർ പറഞ്ഞത് വിമാനത്താവളത്തിലേക്ക് വെറുതെ വന്നതാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് ഇവർ പറഞ്ഞത്. മട്ടന്നൂർ സ്വദേശികളായ പ്രഞ്ജിജിൽ, റോഷൻ ആർ ബാബു എന്നിവരെയാണ് തുടക്കത്തിൽ പോലീസ് പിടികൂടിയത്. പിന്നീട് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഈ അബുദാബിയിൽ നിന്ന് ഒരു വ്യക്തി ഇത്തരത്തിൽ കഞ്ചാവുമായി വരുന്ന വിവരം പോലീസിന് ലഭിച്ചു. പിന്നീട് കൂടുതൽ സമയം ഇവിടെ കാത്തുനിന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് കണ്ണൂർ ഫ്ലൈറ്റിൽ ഇറങ്ങിയ ഇയാൾ മറ്റൊരു ടാക്സിയിൽ പുറത്തു കടന്നു. പിന്നീട് പോലീസ് ഇത് മനസ്സിലാക്കി ടാക്സി ഡ്രൈവറോട് വാഹനം പതുക്കെ ഓടിക്കാൻ പറഞ്ഞു. അപകടം മനസ്സിലാക്കിയ ഈ കഞ്ചാവ് കൊണ്ടുവന്ന വ്യക്തി സിഗരറ്റ് വലിക്കാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. നിലവിൽ ഇയാളെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈ ടാക്സിയിൽ നിന്നാണ് പോലീസിന് ഇത്തരത്തിൽ ഈ കഞ്ചാവും അതോടൊപ്പം തന്നെ ഇയാളുടെ മറ്റു ലഗേജും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ രക്ഷപ്പെട്ട വ്യക്തിയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ആഭ്യന്തര വിപണിയിൽ ഏകദേശം 9 കോടിയോളം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുമ്പോൾ അത് ഹൈഡ്രോപോണിക് സിസ്റ്റം ഉപയോഗിച്ച് വളർത്തുന്നതാണ്. വേഗത്തിൽ വളരും. അതോടൊപ്പം തന്നെ സാധാരണ കഞ്ചാവിനേക്കാൾ വീര്യം കൂടിയ കഞ്ചാവുമാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വിപണിയിൽ ഇതിന് ഗ്രാമിന് 5000 രൂപ മുതൽ 8000 രൂപയോളം വില വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഡിമാൻഡും കൂടുതലാണ്. ഇത്തരത്തിലുള്ള കഞ്ചാവാണ് ബാങ്കോക്ക് വഴി അബുദാബിയിൽ എത്തിച്ച് അബുദാബിയിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തിച്ച് പിന്നീട് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അനു. ശരി ശിവദാസ്.